എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ഒഴികെയുള്ള മറ്റ് കായിക ഇനങ്ങൾ ഇന്ത്യയിൽ വളരുന്നില്ലെന്ന ആളുകൾ ആശ്ചര്യപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ് 2001 വന്നതും അതിന് 3 സീസണുകൾ ഉണ്ടായിരുന്നതും നിങ്ങൾക്കറിയാമല്ലോ. സർക്യൂട്ട് മുഴുവനും പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ടിക്കറ്റിന്റെ വില രൂപയായിരുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവിടെ നടന്നത്? F1 ഇന്ത്യയിൽ എത്തിയപ്പോൾ അതൊരു കായിക വിനോദമായിട്ടായിരുന്നു വന്നത്. സാധാരണഗതിയിൽ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ആഡംബര കാർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് 100% കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കും. കാരണം F1 ഒരു കായിക വിനോദവും ഇറക്കുമതി ചെയ്ത കാർ സ്പോർട്സിന് ഉപയോഗിക്കുന്നതും കൊണ്ട് അതിന് കസ്റ്റം ഡ്യൂട്ടിയിൽ നിന്ന് ഇളവ് ലഭിച്ചു. എന്നാൽ 3 വർഷത്തിന് ശേഷം നമ്മുടെ സർക്കാർ ഇത് കായികമല്ല വിനോദമാണ് എന്ന് തീരുമാനിക്കുകയും തുടർന്ന് കസ്റ്റംസ് ഡ്യൂട്ടി റിബേറ്റ് മാറ്റി അവയ്ക്ക് വിനോദ നികുതി ചുമത്തുകയും ചെയ്തു. F1 കാറിന് 100 കോടി രൂപയിലധികം വില വരും. അത് ഇന്ത്യയിൽ ഒരാഴ്ച ഓടിക്കാൻ 100 കോടി രൂപ ഡ്യൂട്ടി അടച്ച് അതിന് നികുതി അടയ്ക്കണം. ഇക്കാരണത്താൽ F1 ഇന്ത്യയും ഖത്തറും വിട്ടു. വേഗാസിൽ പുതിയ സർക്യൂട്ടുകൾ തുറന്നെങ്കിലും ഇന്ത്യയിൽ തിരിച്ചെത്തിയില്ല.